Good morning, students. Today we will discuss limit of a complex function. A complex function limit endana. And a definition parayunna enganeyana. If a function f of z is a complex function, f of z a complex function aanengil, the limit L of f of z, limit L ennu parayunna endana, at a point z0 is limit z tends to z0 f of z is equal to L എന്നാണ് ഡെഫിനിഷൻ പറയുന്നത്. അതായത് നമ്മൾ ഫിഗർ വരയ്ക്കുമ്പോൾ ഇത് ഒരു എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്. ഇതാണ് നമ്മുടെ പോയിന്റ് Z എന്ന പോയിന്റ്. ഈ Z ഇത് Z0 എടുക്കാം. Z0 ഇസഡിൽ നിന്ന് Z0 വരണം. ഇസഡിൽ നിന്ന് Z0 വരണം. അപ്പൊ അങ്ങനെ വരണമെങ്കിൽ നമുക്ക് എങ്ങനെ വരാം? നമുക്ക് ഇത് ഇങ്ങനെ വരാം, നേരെ ഇങ്ങോട്ട് വരാം അല്ലേ? അല്ലെങ്കിൽ എങ്ങനെ വരാം? ദേ ഇങ്ങനെ വന്നിട്ട് നമുക്ക് എക്സ് ആക്സിലൂടെ കടന്നു വരാം. അതായത് ഇത് ഇങ്ങനെ വന്നിട്ട് നമുക്ക് വൈ ആക്സിലൂടെ കടന്നു വരാം. അല്ലെങ്കിലോ നമുക്ക് ഇങ്ങനെ വരാം, ഇത് ഇങ്ങനെ വളഞ്ഞൊക്കെ വരാം. ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം. അങ്ങനെ പല പല വഴിയിലൂടെ നമുക്ക് എവിടെ എത്തിച്ചേരാൻ പറ്റും? Z0 എത്തിച്ചേരാം. അപ്പൊ ഏത് വഴിയിലൂടെ നിങ്ങൾ വന്നാലും, ഏത് വഴിയിലൂടെ നിങ്ങൾ വന്നാലും എത്തിച്ചേരുന്ന പോയിന്റ് ഏതാണ്? Z0 ആയിരിക്കും. അപ്പൊ ലിമിറ്റ് L ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത്. അത് യുണീക്ക് ആയിരിക്കും. ലിമിറ്റ് L എന്ന് പറയുന്നത് L ഈസ് യുണീക്ക് ആണ്. അതായത് നമുക്ക് ഏത് പാത്തിലൂടെ ഇസഡിൽ നിന്ന് Z0 കടന്നു വരാനായിട്ട് നിങ്ങൾക്ക് ഏത് പാത്തും ചൂസ് ചെയ്യാം. ഏത് പാത്തിലൂടെ ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം, ഏത് ഷേപ്പിലൂടെ വരാം. അങ്ങനെ ഏത് ഷേപ്പിലൂടെ നിങ്ങൾ വന്നാലും, എങ്ങനെ വന്നാലും നമ്മൾ എത്തിച്ചേരുന്ന പോയിന്റ് ഏതാണ്? Z0. അപ്പൊ ആ ലിമിറ്റ് L എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കും. ലിമിറ്റ് L ഒരേ ഒരു ഒറ്റ വാല്യൂ, യുണീക്ക് വാല്യൂ, യുണീക്ക് ആയിരിക്കും. അപ്പൊ L ഈസ് എ യുണീക്ക് സിംഗിൾ വാല്യൂ along any path. That is, L is independent of path. അപ്പൊ നമ്മൾ ഈ പാത്ത് ഡിഫൈൻ ചെയ്യുമ്പോൾ, ഈ ലിമിറ്റിന്റെ പാത്ത് ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് എലോങ് എക്സ് ആക്സിലൂടെ കടന്നു വരാം. എലോങ് എക്സ് ആക്സിസ്. പിന്നെ അതുപോലെ എലോങ് വൈ ആക്സിൽ വരാം. എലോങ് വൈ ആക്സിസ്. പിന്നെ നമുക്ക് എലോങ് എനി പാത്ത്. ഇത് മൂന്നിലൂടെ നമുക്ക് ഇസഡിൽ നിന്ന് Z0 എത്തിച്ചേരാൻ സാധിക്കും. എലോങ് എക്സ് ആക്സിലൂടെ വരുമ്പോൾ y is equal to 0 ആയിരിക്കും. x tends to 0 ആയിരിക്കും. എലോങ് y ആക്സിലൂടെ വരുമ്പോഴോ x is equal to 0 ആയിരിക്കും. y tends to 0 ആയിരിക്കും. എലോങ് എനി പാത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് y is equal to mx സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരാം. എലോങ് y is equal to mx വരാം. x is equal to my² വരാം. അല്ലെങ്കിൽ y is equal to mx² വരാം. അല്ലെങ്കിൽ y is equal to √x വരാം. അല്ല y is equal to 1/√x വരാം. കണ്ടോ? along any path, along y axis, along x axis. ഏത് പാത്തിലൂടെ നിങ്ങൾ വന്നാലും Z0 അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ ഏതിലോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്? ഒരു യുണീക്ക് വാല്യൂയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. ആ യുണീക്ക് വാല്യൂവിനെ നമ്മൾ പറയുന്ന പേരാണ് ലിമിറ്റ് ഓഫ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ. അപ്പൊ യുണീക്ക് വാല്യൂ, യുണീക്ക് എന്നുള്ള കൺസെപ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ഏത് പാത്തിലൂടെ കടന്നു പോയിക്കോളൂ. എക്സ് ആക്സിലൂടെ പോവാം, വൈ ആക്സിലൂടെ പോവാം, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോവാം, പരാബോള ഷേപ്പിൽ പോവാം. ഏത് ഷേപ്പിൽ പോയാലും എലോങ് എനി പാത്ത് നമ്മൾ ഫൈനലി എത്തിച്ചേരുന്ന പോയിന്റ് ഏതാണ്? Z0. അപ്പൊ ലിമിറ്റ് Z0 പോകുമ്പോൾ ഫംഗ്ഷൻ ഒറ്റ യുണീക്ക് വാല്യൂയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. അങ്ങനെ യുണീക്ക് വാല്യൂയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്താൽ നമ്മൾ പറയും ഫംഗ്ഷന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഡെഫിനിഷൻ. If a function f of z is a complex function, the limit L of f of z at a point z0 is limit z tends to z0. The function f of z is equal to L. L is a unique value, independent of path. ഏത് പാത്തിലൂടെ പോയിക്കോളൂ, along any path, നമുക്ക് കിട്ടുന്ന വാല്യൂ വിൽ ബി യുണീക്ക്. അപ്പൊ യുണീക്ക് വാല്യൂ ഉണ്ടെന്ന് നമ്മൾ പ്രൂവ് ചെയ്താൽ we can say that function exists limit. ഇതാണ് ലിമിറ്റിന്റെ ഡെഫിനിഷൻ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. അപ്പൊ ലിമിറ്റിന്റെ ഡെഫിനിഷൻ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഞാൻ ഒന്നുകൂടി പറയാം.
ഇസഡ് എന്ന പോയിന്റിൽ നിന്ന് ഇസഡ് നോട്ടിലേക്ക് എത്തിച്ചേരണമെങ്കിൽ എക്സ് ആക്സിലൂടെ വരാം, വൈ ആക്സിലൂടെ വരാം, പരാബോൾ ഷേപ്പ് ഏത് ഷേപ്പിലൂടെ വരാം. പക്ഷേ ഇസഡിൽ നിന്ന് ഇസഡ് നോട്ടിൽ എത്തിച്ചേരുമ്പോൾ ഫംഗ്ഷന് കിട്ടുന്ന ഒരു വാല്യൂ യുണീക്ക് ആയിരിക്കും. ആ യുണീക്ക് വാല്യൂയിലേക്ക്, ഒറ്റ വാല്യൂയിലേക്ക് നമ്മൾ അറൈവ് ചെയ്യുകയാണെങ്കിൽ ആ വാല്യൂവിനെ നമ്മൾ പറയുന്ന പേരാണ് ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ. ഹിയർ ലിമിറ്റ് ഓഫ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ. പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഇതെല്ലാവരും ഒന്ന് കൃത്യമായിട്ട് എഴുതിയെടുക്കുക. ഈ ഫിഗറുകൾ വരയ്ക്കുക. അതുപോലെ തന്നെ ഈ എക്സ് ആക്സിൽ വരുമ്പോൾ y = 0 ആയിരിക്കും, x → 0. along y ആക്സിൽ ആകുമ്പോൾ x = 0, y → 0. along any path വരുമ്പോൾ y = mx വരാം, y = my² വരാം, y = mx² വരാം. ഇതാണ് ഫിഗർ വരയ്ക്കുക. ഈ പാത്തുകളൊക്കെ ഒന്ന് എഴുതി വെക്കുക കേട്ടോ. അപ്പൊ ലിമിറ്റിന്റെ കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ശരി.